GCC രാജ്യങ്ങളെ ദുബായിലൊക്കെ സൂ ഉണ്ട്. പക്ഷെ ഒമാനിൽ എൻ്റെ അറിവിൽ 3 സൂ ഉണ്ട്, 4 ഉണ്ട്. ഒരെണ്ണം ഫ്രീ ആണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ്. യാത്ര മധ്യ ആദ്യം തന്നെ വണ്ടിക്ക് മാത്രമല്ലല്ലോ ഇന്ധനം, ശരീരത്തിലോട്ടും വല്ലതും ചെല്ലണ്ടേ. ആദ്യത്തെ അറ്റംപ്റ്റ് റുസൈലുള്ള റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു കൈരളി ഗാർഡൻ, നല്ലൊരു ആംബിയൻസിലെ ഹോട്ടലാണെന്ന് കേട്ടു. ആദ്യമായിട്ട് പോവാണ്, ഒരുപാട് ആൾക്കാർക്കറിയാം. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു കോൾ വന്നു. ആ കോളിൻ്റെ റിസൾട്ട് ഇതാണ്: കൂടെ വരാല്ല വണ്ടിക്കാരൻ പഞ്ചറായി. വണ്ടിക്കാരൻ്റെ വണ്ടി പഞ്ചറായി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, രണ്ടാളും കയ്യും നഖവും എടുത്ത് അതങ്ങട്ട് ഇതായി. എത്ര താത്തിയിട്ടും കിട്ടാത്ത ഈ നെട്ട് ഇതായി. ചങ്ങായി ഒരൊറ്റ ചവിട്ടിനാട്ടോ ഊരിയെടുത്തത്. ഞാനപ്പോൾ അവിടെ വലിയൊരു കമ്പിയും തിരഞ്ഞെടുക്കുകയാണ്. എന്തായാലും കനം കൊണ്ടും ചില സമയത്ത് ഉപകാരങ്ങൾ പല രീതിയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ സൂ പോകുന്നത് ഇബ്രയിലുള്ള സഫാരി വേൾഡ് ആണ്. അതുപോലെ ഉള്ളത് ഒരു സൂ ആണ് ബർക്കയിലുള്ള ഒരെണ്ണം, അതേപോലെ നിസ്വയിലിൽ നല്ല അടിപൊളിയാട്ടോ. 1.5 റിയാൽ എന്തോ ആണ്. ഇതാണ് ഫഞ്ചയിൽ. അറബ് വേൾഡ് മാത്രമല്ല, വേറെയുണ്ട് മന്തി, ഈ സൂപ്പർ മന്തി ആയിരുന്നേ. മജ്ലിസ് നോക്കി സെലക്ട് ചെയ്ത് ചങ്ങയതാക്കണം. തൽക്കണയൊക്കെ ആയിട്ട് ആദ്യം തന്നെ ചാരിക്കടന്ന് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞാണി പിന്നെ ഫുള്ള് ഓടിലാണ്. അവൻ എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറങ്ങി ഓടണം. അജുവിനാണ് ഡ്യൂട്ടി. അജു വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനം വന്നിട്ടുണ്ട്, ഒറ്റ തട്ട്. 5 ആൾക്ക് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ട് 4 ആൾക്കുള്ള റൈസ് ആക്കി. പക്ഷെ അതന്നെ 6 ആൾക്ക് കഴിക്കാണ്ട് കേട്ടോ. ഒരു മട്ടന്, ഒരു ബീഫ്, പിന്നെ ഒരു പിന്നെന്തേന് ഒട്ടകം പൊളിയാണ്. അങ്ങനെ ഒക്കെ കഴിച്ച് ഞങ്ങൾ സംഭവം സ്പോട്ടിലെത്തി. നല്ല മഴയാണെങ്കിൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിനി. പക്ഷേ പാർക്കിങ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്, അത്രക്ക് ലൈനാണ്. സഫാരി വേൾഡിൻ്റെ മുന്നിലിരുന്ന് കുറച്ച് മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നു, ഫോട്ടോ എടുത്തു. ഫസ്റ്റ് തന്നെ എൻട്രി ഇതാണ് വൈബ്. ഒരു എന്താ പറയുക, പഴയകാല രൂപത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഒമാൻ്റെ ഒരു കപ്പൽ എന്ന് പറഞ്ഞൊരു കപ്പലിൻ്റെ ഡെമോ ഉണ്ട്. പിന്നെ കേവുകളെ രൂപമുണ്ട്, വെള്ളം എന്താണ് വാട്ടർഫാളിങ്, കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫസ്റ്റത്തേതാണ് ഡൈനോസറിനെ പിടിച്ചിട്ട് അസ്ഥി കൂടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലാണ്. ഒറിജിനൽ വിചാരിച്ച് നാളെ തന്നെ ആരും അങ്ങോട്ട് ഓടാൻ നിൽക്കേണ്ട. പിന്നെ അങ്ങനെ തുടങ്ങാണ്. പുലികളുടെയും സിംഹത്തിൻ്റെയും, പുലിയല്ല കടുവയുടെയും സിംഹത്തിൻ്റെയും ഒരു 5 കളിയാണ് അവിടെ. ഒറ്റക്കാണ് ഒരു അനക്കൂല. ഞങ്ങൾ വിചാരിച്ച് ഈ ദിവസം തന്നെ പോയെന്നു. പക്ഷേ മുന്നോട്ട് പോകുമ്പം സിംഹങ്ങളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അമേരിക്ക കൊണ്ടുവന്നിട്ട് സിംഹമൊക്കെ ഉണ്ട്. സിംഹം അങ്ങനെ ഗർജിക്കുമ്പോണ്ടല്ലോ ആ സഫാരി വേൾഡ് മൊത്തം കിട്ടുമോ. വീണ്ടും യമു ഉണ്ട് കേട്ടോ. യമു കൈ കൊത്തിപ്പറിക്കാനുള്ള ഉദ്യമത്തിലാണ്. പിന്നെ യമൂനെ വിട്ടിട്ട് ഞങ്ങൾ അടുത്ത് ചെന്നത് ആമക്കൂട്ടത്തിലാണ്. വലിയ ആമൻ്റെ അതേ ഷേപ്പിലുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ആ കൂട്ടത്തിൽ ഇതാ ഒരു ആരണയാൾ. ആ ചോദിച്ചതേ അപ്പം തന്നെ ഓടിക്കളഞ്ഞു. എങ്ങനെയോ കയറിക്കൂടി അത് തോന്നണ്. പിന്നെ അങ്ങനെ ചെന്ന് നോക്കുമ്പം അടുത്തത് മാനുകൾ, പേരറിയാത്ത കുറേ മാനുകൾ, കൊമ്പുള്ളതുണ്ട് കൊമ്പില്ലാത്തതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു കൂട്ടാട്ടോ. ഇത് തൊട്ടടുത്തുള്ള വേറൊരു വിഭാഗമാണ്. ഏത് വിഭാഗമാണെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. കുഞ്ഞാണി അതിൻ്റെ അടിയിൽ ഇറ്റങ്ങൾക്ക് തീറ്റി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഏത് സൂവിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു അനക്കമില്ലാത്തൊരു ടീമായിരിക്കും ഈ കാണുന്നത്. നമ്മളെ ക്രൊക്കോഡിൽ ഐറ്റങ്ങളൊന്ന് ചാടി കളിക്കണ രംഗം ഏതെങ്കിലും സൂവിലുണ്ടാവുമോ? വെള്ളക്കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധനം കണ്ട് കുറിഞ്ഞുപൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അവൻ എന്താ കാട്ടുമുയൽ അല്ലേ ആയിരിക്കും. ഇതാ തേൻ തിന്നണ മറ്റേ തേൻ തീനി എന്തോ കിട്ടിയിട്ടുണ്ട്, കടിച്ച് തിന്നുകൊണ്ടിരിക്കുക. അതാണ് ഉറുമ്പ് തീനി. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ. ഇത് ചെന്നായ്ക്കളാട്ടോ. അടുത്തതാണ് നമ്മുടെ എന്താ വലിയ ഒന്ത്. ഈ കൂട്ടിലാണ് മെയിൻ സാധനം കിടക്കുന്നത്. ഇതൊക്കെ തന്നെ കേട്ടോ. ഏകദേശം ഒരു സ്ലോയിൽ നടക്കുകയാണ്. 1.5 മണിക്കൂർ എന്തായാലും ഉണ്ടാവും, 1.5-2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രമുണ്ട്. എല്ലാത്തിനും നല്ല
സ്പേഷ്യസ് ആയിട്ട് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിസുവ ടൈംസ് ഓപ്പൺ ആട്ടോ. അതേപോലെ ബഹല അവിടെയൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. ഇതാണ് മറ്റേ മുള്ളൻ പന്നി. എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ കണ്ടിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഇവന്മാർ വിലസുണ്ട് അല്ലേ. ഇത് മറ്റേ കൊക്ക്. കുഞ്ഞന്മാർ, കങ്കാരുവിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല സൂല്. അവന്മാരെ കണ്ടു കേട്ടോ. 2 തരമുണ്ട്, കറുത്തവന്മാരുണ്ട് വെളുത്തവന്മാരുണ്ട്. രണ്ടാക്കിയിട്ടായിട്ടിരിക്കണേ. ഇതാണ് നമ്മുടെ മൂങ്ങയും പരുന്ത് അടച്ചോന എല്ലാത്തിനും ഒരുമിച്ചാണല്ലോ ഇട്ടിരിക്കുന്നത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ ഒരു പിക്ചറായിരിക്കും കാണുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു രീതിയിലുള്ള ഡെക്കറേഷൻ, റൂഫൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. മങ്കീസ് വീണ്ടും കണ്ടു, ക്രൊക്കോഡിലിനെ പതിവ് പോലെ തന്നെ അനങ്ങുന്നില്ല. കിടക്കണ് ഓടി നടക്കുന്ന സിംഹം. ഫസ്റ്റ് കയറിയ സമയത്ത് ഫുള്ള് ഉറങ്ങണ സിംഹമായിരുന്നു. ഇവനെ കണ്ടല്ലോ ഉല്ലാത്തതാണ്. ഇത്ര നേരമാണ് പഹയം നടക്കുന്നത്. ഇതത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇത് എന്താണ്, പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കാൻ 300 പൈസ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ സിംഹത്തിനല്ലേ, സിംഹത്തിനും തീറ്റ കൊടുക്കുന്നുണ്ട് 3 റിയാലിന്. ഫീഡ് ലയൺ 3 റിയൽ. സിംഹം മൂത്രയിച്ച്. അയ്യോ ഇതാ വരുന്ന മക്കളെ. അവൻ്റെ കയ്യിൻ്റെ ഒരു വണ്ണത്ര അറിയാം. ഗഡുവ. തൊട്ടപ്പുറത്ത് വീണ്ടും സിംഹം. ഇപ്പറ ഇതാ മങ്കിക്കാജ് തിന്നാൻ കൊടുത്തോണ്ടിരിക്കുക. ഏകദേശം നടന്ന് ഒരു അതിൻ്റെ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. ചെറിയ ചിറ്റൽ മഴ പെയ്യുന്നുണ്ട്. മാനം ഇരുണ്ടിട്ട് കിടക്കുന്നുണ്ട്. സാബി മുന്നോട്ട്. ഇതാണ് സീബ്ര. ഈ സാധനമാണ് നിഫ്സ ടൈംസയിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതൊരു സൂ അല്ല, ശരിക്കും ഒരു ഓപ്പൺ ഐറ്റംക്ക് ഭയങ്കര സ്വന്തമായിട്ട് വിട്ടിരിക്കുകയാണ്. മങ്കി ഉണ്ട്, മാനുണ്ട്, പിന്നെ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, പിന്നെ എന്തൊക്കെയോ ചെറിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ സിംഹവും അജുവും. വൈറ്റ് ലയൺ നല്ല ഉണ്ട് കേട്ടോ. അവന്മാർ നല്ല എന്താ പറയുക, ഭയങ്കര എനർജി ആയിട്ട് നടക്കുകയായിരുന്നു. കണ്ടാ നോക്കുന്നേ, ഇരകളെ നോക്കണേ. അതെ വൈറ്റ് ഹോസിനെ കണ്ടു. ഇനിയാണ് ഒരു വെറൈറ്റി സംഭവം കാണാൻ പോകും. 4 കൊമ്പുള്ള ആടാണോ പശുവാണോ എന്തൊക്കെയോ 4 കൊമ്പാണ് ഇതിന്. മറ്റേതിന് 2 ഉള്ളൂ, പക്ഷേ ഇയാൾക്ക് 4. ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായില്ല കേട്ടോ. അവനിങ്ങനെ ചറക്കായിരുന്നു ചെന്നപ്പോൾ. ആ ബക്കറ്റിന് ഇങ്ങനെ 2 റൗണ്ട് അടിക്കും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് നിൽക്കും. മാനിന് വടിയുണ്ട്, അറക്കാൻ കൊണ്ടുപോയിട്ടാവോ. ഇതേ കിടക്കണേ ബക്രീദ്. അടുത്ത ബക്രീദിനുള്ള സാധനം. വീണ്ടും മാൻസ്. മ്ലാവാണോ മാനാണോ? മ്ലാവ്. ഇതായിരിക്കും മ്ലാവ്. എന്താ കൊമ്പറിയോ? ആടാണ്. ഇതാണ് മറ്റേ ഒമാനിലെ ആട് എന്നൊക്കെ പറഞ്ഞത്. ഈ ഒരു സ്ഥലം നല്ല എന്നിട്ട് മഴ ആയതുകൊണ്ട് ആളുകൾ അല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. ഈ ഒരു കൊമ്പ് നമ്മൾ പല ചുമരുകളിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ്. ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല. പശുവല്ല ആടുമല്ല, എന്താണാവോ. ഇതാണ് കരടിനാണ് നമുക്ക് കലാമണീനെ ഓർമ്മ വരും. ഇവിടെ അതായത് ചെറിയ കുഞ്ഞാൻ സിമ്മനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാൻ 2 റിയാൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കപ്പൽ കണ്ടു. വീണ്ടും പുറത്തു നിന്നും ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തു. വീഡിയോഗ്രാഫറെ കാണാത്തവർക്കായി കണ്ടോളൂ. ഗുഡ് ബൈ.